കോഴിക്കോട് കൊടിയത്തൂർ കാരാട്ട് കുളിക്കടവിൽ വീണ്ടും നീർനായയുടെ ആക്രമണം. പുഴയിൽ കുളിക്കാനിറങ്ങിയ 2 വിദ്യാർത്ഥികൾക്കാണ് നീർനായയുടെ കടിയേറ്റത്. കൊടിയത്തൂർ സ്വദേശികളായ റാബിൻ, അദ്ഹാം എന്നിവർക്കാണ് കടിയേറ്റതെന്നാണ് വിവരങ്ങൾ. വാർത്തയുടെ വിശദാംശങ്ങളുമായി ഇപ്പോൾ റഫീഖ് ചേരുകയാണ് കോഴിക്കോട് നിന്നും. റഫീഖ്, എപ്പോഴായിരുന്നു സംഭവം? എന്തൊക്കെയാണ് വിശദീകരണങ്ങൾ? നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വന്യജീവികളുടെ ആക്രമണങ്ങളൊക്കെ തന്നെ സംസ്ഥാനത്ത് ഏറെ വാർത്താ പ്രാധാന്യം നേടിയിരുന്നു. ഇപ്പോൾ ഇതാ നീർനായ ആക്രമണമാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്നത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? തീർച്ചയായും ഭദ്ര, ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല. കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് ഈ ഇരുവഞ്ഞിപ്പുഴയിൽ നീർനായയുടെ ശല്യം രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അവസാനമായിട്ട് ഇന്നലെ 2 വിദ്യാർത്ഥികളെയും നീർനായ കടിച്ചൊരു വാർത്തയാണ് നമുക്കിപ്പോൾ കിട്ടുന്നത്. അത് ഇന്നലെ ഉണ്ടായത് കൊടിയത്തൂർ പഞ്ചായത്തിലെ കാരാട്ട് കുളിക്കടവിലാണ് 2 വിദ്യാർത്ഥികൾക്ക് കടിയേറ്റിട്ടുള്ളത്. ഒന്ന് പാലക്കാടൻ ഷാഹുലിന്റെ മകൻ റാബിൻ, 13 വയസ്സുള്ള റാബിൻ, അതുപോലെ ഗഫൂറിന്റെ മകൻ അദ്ഹം എന്ന് പറഞ്ഞ ഒരു 13 വയസ്സുകാരനും. ഇതാണ് ഇപ്പോൾ നമുക്ക് അവസാനമായിട്ട് കടിയേറ്റ ലിസ്റ്റിലുള്ളത്. ഇതിനു മുന്നും ഈ കടവിൽ തന്നെ 13ഓളം പേർക്കാണ് ഇത്രയും തുടർച്ചയായിട്ട് ഇപ്പോൾ ഈ വന്യജീവിയായ ഈ നീർനായയുടെ കടി ഏൽക്കുന്നത്. റഫീഖ്, അതുപോലെ തന്നെ ഇപ്പോൾ പല തവണയായി ഇത്തരത്തിൽ കാര്യങ്ങൾ നടക്കുന്നുണ്ട്, അതായത് ഈ നീർനായയുടെ ആക്രമണം നടക്കുന്നുണ്ട് എന്ന് റഫീഖ് ഇപ്പോൾ സൂചിപ്പിച്ചല്ലോ. അപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ഒരു നടപടിയിലേക്ക് അധികൃതർ കടക്കുന്ന ഒരു സാഹചര്യമുണ്ടോ? ഇത് മുൻപും ഒരുപാട് ആളുകളെ, അതായത് ഈ ഒരു കടവിൽ മാത്രമാണ് 13 പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ തന്നെ ഇരുവഞ്ഞിപ്പുഴയുടെ പല ഭാഗത്തും, അതായത് കാരശ്ശേരി, കൊടിയത്തൂര്, കച്ചേരി തുടങ്ങിയ ഈ പുഴകളുടെ തീരത്തുള്ളവർക്കൊക്കെ ഒരുപാട് ആളുകൾക്ക് ഇതിനു മുൻപും കടിയേറ്റിട്ടുണ്ട്. ആ സമയത്തൊന്നും ഇതിന് ഇഞ്ചക്ഷൻ ഇല്ലാതെ, അതായത് ഈ പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളിലൊന്നും ഇഞ്ചക്ഷൻ ഇല്ലാത്തൊരു വലിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. ആ സമയത്ത് എല്ലാവരും മെഡിക്കൽ കോളേജിൽ പോയിട്ട് ഇഞ്ചക്ട് ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. തുടർന്ന് നിരവധി പരാതികൾ വന്നതിനെ തുടർന്ന് വനം വകുപ്പ് ഇവിടെ കൂട് വെച്ച് ഇവരെ പിടിക്കാനുള്ള ശ്രമം നടത്തിയിരുന്നു. അത് പരാജയപ്പെട്ടിരുന്നു. ഇപ്പോൾ ഇവിടെയുള്ള ആളുകളൊക്കെ ആശങ്കയിലാണ്. കുളിക്കാൻ പോകാൻ, വിദ്യാർത്ഥികൾക്കൊക്കെ കുളിക്കാൻ പോകാനൊക്കെ പല കടവുകളിലും പോകാനുള്ളൊരു പേടിയിലാണ് ഇവിടുത്തെ ഈ പ്രദേശങ്ങളിലെ ആളുകളെല്ലാം. ഇതിനൊരു ശാശ്വതമായ പരിഹാരം വേണമെന്ന് നിരവധി തവണ പലർക്കും പരാതി കൊടുത്തിട്ടും ഇതിനൊരു ശാശ്വതമായ പരിഹാരം ഉണ്ടായിട്ടില്ല നിലവിൽ. ശരി റഫീഖ്, കോഴിക്കോട് കൊടിയത്തൂർ കാരാട്ടുകുളക്കടവിലാണ് വീണ്ടും നീർനായയുടെ ആക്രമണം ഉണ്ടായിട്ടുള്ളത്. 2 വിദ്യാർത്ഥികൾക്കാണ് ഏറ്റവും ഒടുവിൽ ആക്രമണത്തിൽ പരിക്ക് പറ്റിയിട്ടുള്ളത്. കൊടിയത്തൂർ സ്വദേശികളായ റാബിൻ, അദ്ഹം എന്നിവർക്കാണ് കടിയേറ്റത്. ഇരുവരെയും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഇന്നലെയാണ് ഇരുവരെയും നീർനായ ആക്രമിച്ചത്. പ്രദേശത്ത് നീർനായയുടെ ശല്യം രൂക്ഷമാണെന്ന് നാട്ടുകാർ പരാതി പറയുന്നുണ്ട്. ഒരു ശാശ്വതമായ പരിഹാരം വേണമെന്ന ആവശ്യത്തിലാണ് നാട്ടുകാർ.